അതൊക്കെയാണ് രഹസ്യമായിട്ട് അത് ആസ്വദിക്കുക. നീ സൂക്ഷിക്കണം കേട്ടോ, നീ സൂക്ഷിക്കണം മോനെ, നീ സൂക്ഷിക്കണം മോനെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ, ഇത്തഖു ദുനിയാ വത്തഖുനാ. ദുനിയാവിനെ സൂക്ഷിച്ചോ, പണത്തെ സൂക്ഷിച്ചോ, ആഡംബരത്തെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തൊട്ട് താഴെ പറഞ്ഞതെന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? വത്തഖുന്നിസാ, സ്ത്രീകളെ നീ സൂക്ഷിക്കണേ, സ്ത്രീകളെയും നീ സൂക്ഷിക്കണേ. ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിയന്ത്രിച്ചോ, അതുകൊണ്ട് നിയന്ത്രിച്ചോ. അല്ലാഹു തന്ന കണ്ണ് കണ്ടവരുടെ ശരീരം ആർത്തിയോടെ നോക്കാനുള്ളതല്ല. ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവേ, മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണ്ടേ. അതുകൊണ്ട് പഠിച്ചോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വിശ്വസിച്ചവരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ അടച്ചു കളയുക, കണ്ണുകളെ നിങ്ങൾ താഴ്ത്തിക്കളയുക, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ദാലിക അസ്കാ ലഹും, അത് നിങ്ങളുടെ ശരീരത്തിന്റെ, നിങ്ങളുടെ ആത്മാവിന്റെ പരിശുദ്ധിക്ക് നല്ലതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഹൃദയത്തെ മ്ലേച്ഛമാക്കിയവന് വിജയമില്ല, അവൻ പരാജയപ്പെട്ടവൻ തോറ്റുപോയെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആത്മാവിന് പരിശുദ്ധി പകർന്നു കൊടുക്കുന്ന നോട്ടങ്ങൾ മാത്രമേ കടന്നു വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നറിയാതെ ഒന്ന് നോക്കിപ്പോയാലോ ഉസ്താദേ. അലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തത്തബിഉൻ നളറത്തൻ നളറ ഫഇന്നക്കൽ ഊല വലൈസ ലക്കൽ ആഖിറ. ഒറ്റ പ്രാവശ്യം അറിയാതെ നോക്കിപ്പോയാൽ ഒരു പ്രാവശ്യം നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. അറിയാതെയാണെങ്കിൽ അപ്പൊ ഒരു പ്രാവശ്യമല്ലേ നോക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോ പിന്നെ കാര്യമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു നോക്കരുത്. എന്തായാലും ഒരു പ്രാവശ്യം നോക്കാവൂ, അപ്പൊ പിന്നെ ഇത് കാര്യമായിട്ടിരിക്കട്ടെ, കണ്ണാടി കൂരി തുടച്ച് വൃത്തിയാക്കുന്നല്ലോ. അങ്ങനല്ല. നിന്റെ നോട്ടത്തിനല്ല ശിക്ഷ, മനസ്സിനാണ്, മനസ്സിന്റെ ചിന്തയാണ് അല്ലാഹു നോക്കുക. അല്ലെ, അല്ലാഹു നോക്കുന്നത് അവിടെയാണ്. നിന്റെ നോട്ടം കൊണ്ട് നീ ചിന്തിക്കുന്നത് എന്താണോ അതിനാണ് ശിക്ഷ തരുന്നത്. അപ്പോ എങ്ങനെ നോക്കാതിരിക്കൂ ഉസ്താദേ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഏതൊക്കെ മോഡലിലാ ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് ചുരിദാർ എങ്ങനെയെന്നറിയോ? ആക്കപ്പറമ്പിലെ സഹോദരിമാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മൂസ ഉസ്താദ് വിചാരിക്കും ഇയാളിതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ പുതിയ ലേറ്റസ്റ്റ് ചുരിദാറൊക്കെ. ഇപ്പോഴത്തെ ചുരിദാറിന് 3 കെട്ടാണ്, മയ്യത്ത് പുതിയനെ പോലെ 3 കെട്ട്. ഇനി അതിന്റെ കുറവുകൂടി ഉള്ളായിരുന്നു, അതോടുകൂടി ലാസ്റ്റ് പിന്നെ കവറിലേക്ക് എടുക്കുക. 3 കെട്ടെന്ന് പറഞ്ഞാൽ കഴുത്തിലും കാലിലും ഒന്നുമല്ല. ചുരിദാറിന്റെ ഈ വെട്ടുണ്ടല്ലോ, വെട്ട്, ആ വെട്ടിന്റെ അവിടെ ആ 2 ഭാഗത്തെ തുണിയും കൂടി കൂട്ടിക്കെട്ടാൻ 1 കെട്ട്, ഒരു വള്ളി ഇട്ടിട്ട് വെറുതെ ചുമ്മാ രസത്തിനൊരു കെട്ടാ, വെറുതെ ഇരിക്കല്ലേ കെട്ട്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ അടുത്ത കെട്ട്. ഇതൊന്നും കൂടാതെ പുറകിലെ തുണി അങ്ങോട്ട് പിടിച്ച് കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒരു കെട്ട്. ഇപ്പൊ തിരിഞ്ഞെന്ന് കാണിച്ചു തരാൻ പറ്റൂല, ഒരു പരുവത്തിനൊക്കെ കാണിക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു കെട്ട്, അങ്ങനെ 3 കെട്ട്. ഈ പുറകിലെ കെട്ടിൽ ഒരു ഗുഡൻസ് ഉണ്ട്. എന്താണെന്നറിയോ? പുറകിൽ ഇങ്ങനെ കെട്ടിയാൽ തന്റെ ഇടുപ്പും തന്റെ പുറകുവശവും കുറച്ചുകൂടി ഒരു അട്രാക്ഷനായിട്ട് ചെറുപ്പക്കാർക്ക് തോന്നും. അപ്പോ വസ്ത്രത്തിന്റെ പുതിയ മോഡൽ അങ്ങനെ ഇറക്കിയപ്പോൾ മോള് +1 പഠിക്കുന്ന മോള് ഡാഡിയോട് പറയുന്നു, ഡാഡി, ഹജർ ഡാഡി, ഹജർ ഡാഡി, എനിക്ക് പെരുന്നാളിന് 3 കെട്ടുള്ള വസ്ത്രം മതി. വാപ്പച്ചി പറയും, അത് പള്ളി കൊണ്ടുപോണ കെട്ടല്ലേ മക്കളെ. അല്ല വാപ്പച്ചി, അത് വാപ്പച്ചിക്ക് കെട്ടിക്കൊള്ളാം, ഇത് വേറെ കെട്ടാ, പുതിയ കെട്ട്. ഈ കെട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പുതിയ മോഡലാണ്. ഇങ്ങനെയൊക്കെ നടന്നുപോയാൽ എങ്ങനെ ഉസ്താദെ ഞങ്ങൾ നോക്കാതിരിക്കും? അവിടെയാണ് നിനക്ക് പ്രതിഫലം. ഇത്രയും രസം ദുനിയാവിൽ ഇങ്ങനെ ഉള്ളപ്പോ എനിക്കത് വേണ്ട റബ്ബേ എന്ന് പറഞ്ഞു മാറി നിൽക്കുമ്പോഴാണ് നിനക്കതിന്റെ പ്രതിഫലം. ഓ, ഇത്ര സംഭവ. നമ്മൾ ശ്രദ്ധിച്ചാൽ വാരിക്കോരി പുണ്യം നമുക്ക് കിട്ടും. ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം ഒരൊറ്റ നോട്ടം കൊണ്ട് കത്തിച്ചാരമാകും.